ശ്രീ ഷാഫി ചാലിയം, ഇത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയല്ലേ? പാണക്കാട്ടെ തങ്ങൾമാരിൽ ഒരാൾ ഇങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി, അതും സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമാവുക. ചോദ്യം ചെയ്യലല്ല, അങ്ങോട്ട് വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതാണ് എന്നൊക്കെ പറയാം, അത് തിരിച്ചുമറിച്ചുമൊക്കെ പറയാം. പക്ഷേ അതിന് വിധേയമാകേണ്ടി വരിക, ED യുടെ റഡാറിനകത്തേക്ക് അദ്ദേഹം പെടുക എന്ന് വെച്ചാൽ വളരെ ഗൗരവമുള്ളൊരു സംഗതിയല്ലേ? അങ്ങേയറ്റം ഉത്കണ്ഠയുണ്ടാക്കേണ്ടുന്നൊരു കാര്യമല്ലേ? ജലീൽ പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ എങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കും സാധിക്കുക? സനീഷ്, പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമോന്നതനായ ഒരു നേതാവാണ് എന്നതോടൊപ്പം ഞങ്ങളെ പാർട്ടി മുഖപത്രത്തിൻ്റെ ഏറ്റവും ഹോണറബിളായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. മുഖപത്രത്തിൻ്റെ വാർഷിക വരിസംഖ്യ ബാങ്കിൽ അടച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദത്തിൻ്റെയും ആരോപണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിക്കുന്നത്. സ്വാഭാവികമായാണ് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് സ്ഥാപന മേധാവിൻ്റെ അടുത്ത് ചെന്ന് ചില കാര്യങ്ങളിൽ സ്ഥിരീകരണം നടത്തുക എന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. അതേവിടെ നടന്നിട്ടുള്ളൂ. അതും നടന്നത് എപ്പോഴാ? 2020 തുടക്കത്തിലാണ്. ഇതിപ്പോൾ 2021 പകുതിയും പിന്നിട്ടിരിക്കുകയാണ്. AT ജലീൽ സാഹിബ് അദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു അറിവായിട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ നടത്തിയ കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെയും ആവർത്തിച്ചത്. അതിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവിക രീതികൾ അല്ലാതെ മറ്റെന്ത് വിസ്മയമാണ്, അത്ഭുതമാണ് ഇതിൽ കാണാനുള്ളത്? ഒന്നും കാണാനില്ല. പിന്നെ അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകനുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്കിൽ, സഹകരണ ബാങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അപസർപ്പക കഥകൾ പറയുന്ന പോലെ പറഞ്ഞു. മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് VS അച്യുതാനന്ദൻ തൊട്ട് മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്തുക, കള്ളപ്പണം, കോഴപ്പണം, അങ്ങനെ വ്യത്യസ്ത സംസ്കാര ചുതികളെ കുറിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് ആക്ഷേപിക്കുന്ന പതിവ് അച്യുതാനന്ദൻ അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ അച്യുതാനന്ദനെ പഠിക്കുകയാണ് ഡോക്ടർ ജലീൽ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ബാങ്ക് അടിയോടെ എടുത്തുകൊണ്ടിരിക്കുക CPM ആളുകൾ. വേറെയും ചില ബാങ്കുകൾ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഈ നാട്ടിലുണ്ടാക്കുന്ന വലിയ പ്രഗത്ഭരങ്ങളാണ്. അതല്ലേ നമ്മുടെ പ്രശ്നം. അതായത് ഇപ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുമ്പോൾ, ആ ചർച്ച നടത്തുമ്പോൾ ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലക്കെതിരായിട്ടുള്ള ഒരു ആക്ഷേപമാകില്ലേ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. ഒന്ന്, ഇപ്പോൾ ഈ മലപ്പുറത്തെ ബാങ്കുമായി ബന്ധപ്പെട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളുടെ മകനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തിന് കള്ളപ്പണമുണ്ട്, ചില കണക്ക് കൊടുക്കാൻ പറ്റാത്ത പണമുണ്ട് എന്ന കാര്യമൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ സനീഷെ, കരുവട്ടൂർ ബാങ്ക് എന്ന് മാത്രം പറഞ്ഞു പോയല്ലോ, ആരും തൃശ്ശൂർ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ജലീൽ എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ കള്ളപ്പണം, കുഴപ്പണം. പിറന്നു വീണ ജില്ലയെ കുറിച്ചിട്ടാണ് ഈ ആക്ഷേപിക്കുന്നത്. അല്ലാതെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്, UDF ആണ് അവിടെ ഭരിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം അത് ഉപയോഗിച്ചതല്ലേ? അത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇവിടുത്തെ സഹകരണ മന്ത്രാലയം ജലീലിന്റെ പാർട്ടിക്കാരുടെ അടുത്തല്ലേ? ആ സഹകരണ വകുപ്പ് അത് സംബന്ധമായ അന്വേഷണത്തിലാണ്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. ഇനി ആ ബാങ്കിലെ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയണോ? ഈ ചർച്ചയിൽ ആ ബാങ്കിന്റെ ഒരു ഡയറക്ടറെയോ പ്രതിനിധിയോ ഒന്ന് വന്ന് ഇരുത്തണമായിരുന്നു. മലപ്പുറം ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന സഹകരണ ബാങ്കിലെ ഒരു ബാങ്ക് മാത്രമാണ്. അതിന്റെ കഥ എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? എനിക്ക് എങ്ങനെ കൃത്യമായി പറയാൻ സാധിക്കും? അല്ല, ഞാൻ താങ്കളോട് ബാങ്കിനെ കുറിച്ചല്ല ചോദിച്ചത്. ഞാൻ താങ്കളോട് ആ AR നഗർ ബാങ്കിലെ എന്തെങ്കിലും പ്രശ്നത്തെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് താങ്കളുടെ പാർട്ടി നേതാവ്, ഈ സമൂഹ മധ്യത്തിൽ വളരെ സർവാദരണീയനായ, പാർട്ടി വ്യത്യാസമില്ലാതെ ആളുകൾ ബഹുമാനിക്കുന്ന തങ്ങളെ ED യുടെ റഡാറിനകത്തേക്ക് കൊണ്ടുപോയി പെടുത്തിയത് നിങ്ങളുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ്. നിങ്ങൾ ആകെപ്പാടെ കുഴപ്പം പിടിച്ച കാര്യമാണ് ചെയ്തത്. അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ കാര്യത്തെ പറ്റി ഒന്നും ചോദിച്ചില്ല. എന്റെ ക്വസ്റ്റ്യൻ വളരെ കൃത്യമാണ്. PK കുഞ്ഞാലിക്കുട്ടി എങ്ങനെ ഇതിൽ വരുന്നു? ആ വഴിയൊന്ന് പറഞ്ഞു തരൂ. അദ്ദേഹത്തിന്റെ മകൻ അവിടെ കള്ളപ്പണമുണ്ടത്രേ. നിങ്ങൾ എന്ത് കള്ളപ്പണം? ഇവിടെ ഈ ബാങ്കിൽ കണ്ട പണം കള്ളപ്പണമാണെന്ന് എന്താ തെളിവ്? അല്ല, അദ്ദേഹത്തിന് കണക്ക് കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ പണം ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. നോ, ഈ ജലീൽ വിളിച്ചു പറയുന്ന പച്ചക്കള്ളം ആവർത്തിക്കരുത് സനീഷേ. താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അല്ലല്ല, താങ്കൾ വിശദീകരണമല്ലേ താങ്കൾ ഇത് വേണ്ടത്? ആണ്, വിശദീകരണം തരുന്നു. ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു എന്താ പറയാ, വിദേശത്ത് വലിയ ഒരു വ്യവസായ സാമ്രാജ്യമുള്ള
ഷീഷോർ എന്ന ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ്. എത്രയോ വർഷങ്ങളായി അദ്ദേഹം ദോഹയിലാണ്. അദ്ദേഹം NRE അക്കൗണ്ടിലൂടെ SBIയിലേക്കാണ് അദ്ദേഹം പണം അയച്ചത്. ആ SBI അക്കൗണ്ടിൽ നിന്നും നാട്ടിലെ സഹകരണ ബാങ്കുകൾ നിക്ഷേപ സമാഹരണം നടത്തുന്നതിന്റെ ഭാഗമായി ഈ വിദേശത്തു നിന്ന് വരുന്ന ആളുകളെ സമീപിക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും നിക്ഷേപം തരണം എന്ന് പറയും. അത്തരത്തിൽ അക്കൗണ്ട് വഴി വന്ന SBIയിലെ NRE അക്കൗണ്ട് വഴി വന്ന പണം ആണ് ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപമായി കൊടുത്തത്. ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ എന്ത് കുഴപ്പമുള്ളത്? ഒരു കാര്യം കൂടെ വിശദീകരിക്കണം ശ്രീ ഷാഫി. അതായത് രേഖകൾ ഹാജരാക്കിയിട്ട് പണം എടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടപ്പോൾ രേഖകൾ ഹാജരാക്കാത്തവരുടെ ലിസ്റ്റ് ഇൻകം ടാക്സ് പുറത്തുവിട്ടു. അതിൽ ഒന്നാമത്തെ പേര് അദ്ദേഹത്തിന്റെയാണ്, ഹാഷിഖ് പാണ്ടിക്കടവത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ? രേഖകൾ ഉണ്ടെങ്കിൽ ആ പണം പിൻവലിച്ചു പോകില്ല. ഇൻകം ടാക്സിന് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വരുമോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, വിശദീകരണം എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. അതായത് സനീഷ്, ഇതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഒരു ബാങ്കിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് ബാങ്കിൽ ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, എൻഫോഴ്സ്മെന്റ് ആകട്ടെ, സഹകരണ മേഖലയിലെ ഉദ്യോഗസ്ഥരാകട്ടെ, അവർ അതേക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്ന സമയത്ത് മൊത്തം അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ വലിയ നിക്ഷേപങ്ങളുടെ രേഖകൾ എടുത്തു കൊണ്ടുപോകും. സ്വാഭാവികമായും ഈ PK ആഷിഖും അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തി നോക്കുക, അദ്ദേഹത്തിന്റെ പേര് ആ ലിസ്റ്റുകൾ കാണുന്നതിൽ എന്താ അസ്വാഭാവികത ഉള്ളത്? പിന്നെ വിഡ്രോ ചെയ്തു എന്ന് പറയുന്നത് ഇൻട്രസ്റ്റാണ്. ഈ ഇൻട്രസ്റ്റ് തന്നെ സത്യത്തിൽ അവരാരും ഉപയോഗിക്കാറില്ല. എനിക്ക് അവരെ കുറിച്ച് അറിയുന്ന കാര്യമാണ്. അത് ആർക്കെങ്കിലും സംഭാവന കൊടുക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയവും ആ വിഷയവും പാണക്കാട് തങ്ങളെ ചന്ദ്രയുമായി ബന്ധപ്പെട്ട് ED തങ്ങളെടുത്ത് എത്തിയ സംഭവം തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? നമ്പർ ഫസ്റ്റ്. നമ്പർ സെക്കൻഡ്, PK കുഞ്ഞാലിക്കുട്ടിയെ പ്രതിയാക്കാൻ ഏത് വഴിയാ സ്വീകരിച്ചത്? PK കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഈ ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപം വിട്ടു എന്നൊരൊറ്റ കാരണത്താൽ അത് കള്ളപ്പണമാണെന്നും അത് ചന്ദ്രയായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയാം? അതെങ്ങനെ പാണക്കാട് തങ്ങളായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയാം? കറക്റ്റാണ്. മനുഷ്യരെ വിശ്വസിക്കാൻ കഴിയുന്നത്? ആ ചോദ്യം എനിക്കൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അത്